വയനാട് ജില്ലയുടെ വികസന ആവശ്യങ്ങൾ ഉയർത്തിയും കേന്ദ്ര അവഗണനയ്ക്കെതിരെയും CPIM പ്രക്ഷോഭം. ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മെയ് 18 മുതൽ 27 വരെ വയനാട് മാർച്ച് നടത്തും. ജോഷില PV വിവരങ്ങൾ നൽകാനുണ്ട്. ജോഷില, കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുകയാണല്ലോ CPIM. എങ്ങനെയുള്ള പ്രക്ഷോഭമാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എങ്ങനെ വിവരങ്ങൾ? വയനാട് ജില്ലയുടെ വികസന ആവശ്യങ്ങൾ ഉയർത്തിയും കേന്ദ്ര അവഗണനയ്ക്കെതിരെയും CPIM നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് നീങ്ങാൻ CPIM ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ്. മെയ് 18 മുതൽ 27 വരെ വയനാട് മാർച്ച് സംഘടിപ്പിക്കും. ജില്ല അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള ജില്ലാ കാൽനട ജാഥ 8 ഏരിയകളിൽ പര്യടനം നടത്തും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോട് ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ കൊടും ക്രൂരതയും അവഗണനയും തുറന്നു കാണിക്കും. ദുരന്ത പുനരധിവാസത്തിനും വന്യമൃഗ ശല്യ പ്രതിരോധത്തിനും സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ച പ്രത്യേക പാക്കേജുകൾ അംഗീകരിക്കുക, വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, രാത്രിയാത്രാ നിരോധനം നീക്കാൻ കേന്ദ്ര കർണാടക സർക്കാരുകൾ അനുകൂല നിലപാട് സ്വീകരിക്കുക, ബദൽ പാതകൾക്ക് കേന്ദ്രാനുമതി നൽകുക, വയനാട് റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുക, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ടൗൺഷിപ്പിന് തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേന്ദ്രം നയാ പൈസ പോലും അനുവദിക്കാത്തപ്പോഴും കേരളത്തിന്റെ തനത് പദ്ധതിയായാണ് ടൗൺഷിപ്പ് ഒരുക്കുന്നത്. മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തി ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റികൾ സ്ഥാപിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നും വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കിയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കുതിപ്പ് പകർന്നു. ഇതൊക്കെ പരിഹരിച്ചും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയുമായിരിക്കും CPIM ജില്ലാ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുക. ശരി, ജോഷില PV വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.